ആശാവർക്കർമാരുടെ സമരത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ച സ്പീക്കർ. തെറ്റായ കണക്കുകൾ ഉദ്ധരിച്ച് സമരക്കാരെ ചർച്ചയ്ക്ക് വിളിക്കാത്ത സർക്കാർ നിലപാടിനെ ന്യായീകരിക്കാനാണ് മന്ത്രി ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പ്രതിപക്ഷ നേതാവിന്റെ മൈക്ക് ഓഫ് ചെയ്ത സ്പീക്കർ സർക്കാരിന്റെ കിങ്കരനായി പ്രവർത്തിക്കുകയാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ബജറ്റിൽ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ തുക ഇടതു സർക്കാർ ആശാവർക്കർമാർക്ക് നൽകിക്കഴിഞ്ഞതായി മന്ത്രി വീണ ജോർജും സഭയെ അറിയിച്ചു. ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുന്നതിൽ സർക്കാർ നടപടിയെടുക്കാത്തതിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ആശാവർക്കർമാരുടെ പ്രതിദിന ശമ്പളം 700 രൂപയാക്കി ഉയർത്തുമെന്ന പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയവരാണ് ഇതിന് തയ്യാറാകാത്തതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. അവർക്ക് 700 രൂപ ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞത് ഇവർ തന്നെയല്ലേ സാർ? LDF-ന്റെ 2021 ആണ്ടിലെ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ് 45-ാം പോയിന്റിൽ ആശാവർക്കർമാർ, അംഗനവാടി ജീവനക്കാർ, കുടുംബശ്രീ ജീവനക്കാർ തുടങ്ങി സ്കീം വർക്കേഴ്സിന് മിനിമം കൂലി 700 രൂപയാക്കുമെന്ന്. ബജറ്റിൽ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ തുക ആശാവർക്കർമാർക്ക് നൽകിയ സർക്കാരാണ് ഇടത് സർക്കാരെന്നും SUCA-യുടെ നാവായി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മാറിയതായും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. 89% ആശാവർക്കർമാരും ജനുവരിയിൽ 10,000-നും 13,000-നും ഇടയിൽ വേതനം കൈപ്പറ്റിയതായും മന്ത്രി സഭയെ അറിയിച്ചു. 13,000 രൂപ ഒരു ആശയ്ക്ക് ലഭിക്കുന്നുണ്ട്. അതായത് 7,000 രൂപ ഓണറേറിയം പ്ലസ് 3,000 രൂപ ഫിക്സ്ഡ് ഇൻസെൻറ്റീവ് പ്ലസ് പ്രവർത്തനങ്ങൾക്കുള്ള സേവനങ്ങൾക്കുള്ള ഇൻസെൻറ്റീവ്സ് കൂടി കണക്കാക്കുമ്പോൾ ഒരു ആശയ്ക്ക് 13,000 രൂപ ലഭിക്കുന്നുണ്ടെങ്കിൽ ആ 13,000 രൂപയിൽ 9,400 രൂപയും സംസ്ഥാന സർക്കാർ നൽകുന്നതാണ് സർ. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു. തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് അവസാന മിനിറ്റുകളിൽ സ്പീക്കർ മൈക്ക് നിഷേധിച്ചത് സഭയിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ ശക്തമായ പ്രതിഷേധത്തിന് കാരണമായി. തെറ്റായ കണക്കുകൾ ഉദ്ധരിച്ച് മന്ത്രി സർക്കാർ നടപടിയെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. NHM-ൽ ആകെ ലഭിക്കാനുള്ള 900 കോടി രൂപയിൽ 98 കോടി രൂപ മാത്രമാണ് ഇനി കേന്ദ്രത്തിൽ നിന്നും ലഭിക്കാനുള്ളത്. ആശാവർക്കർമാരുടെ സമരത്തിന് UDF പിന്തുണ നൽകുമെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. തീർച്ചയായിട്ടും UDF-ലെ എല്ലാ ഘടകകക്ഷികളും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ പൂർണ്ണമായി മറ്റ് ആശാവർക്കർമാരെ, ഞങ്ങളുടെ സംഘടനകളിൽപ്പെട്ട ആശാവർക്കർമാരെ കൂടി അണിനിരത്തിക്കൊണ്ട് ഈ സമരം വിപുലമാക്കും. 900 കോടി രൂപ കേരളത്തിന് തരണമായിരുന്നു. അതിൽ 97 കോടി ഒഴിച്ച് മുഴുവൻ തന്നു. അത് ആ 97 കോടി കിട്ടാനുള്ളത് ആശാവർക്കർമാരുടെ പണമാണെന്ന് അവർ തെറ്റിദ്ധരിപ്പിച്ച പറഞ്ഞത് സഭയെ. പ്രതിപക്ഷ ബഹളത്തിനിടയിലും കടൽ ഖനനത്തിനെതിരായ മുഖ്യമന്ത്രിയുടെ പ്രമേയ അവതരണം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ പിരിയുകയായിരുന്നു. ഈ മാസം 10-ന് സഭ ഇനി സമ്മേളിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.